69 പവൻ സ്വർണം കവർന്ന പ്രതികൾ അറസ്റ്റിൽ. പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന 49 പവൻ സ്വർണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ എസ്.എൻ. പുരം നെല്ലിപ്പറമ്പത്ത് ബൈജു, നോർത്ത് പറവൂർ കാഞ്ഞിരപ്പറമ്പിൽ നിസാർ എന്നിവരെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 27-ന് രാത്രി ഇരിപ്പച്ചിറ നണ്ണാൻപറമ്പിൽ രഞ്ജിത്ത് ആർ നായരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത്. സംഭവ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ കഴിഞ്ഞ മാസം 27 ഏപ്രിൽ രാത്രി പുത്തൻക്രൂസ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രഞ്ജിത്ത് ആർ നായരുടെ വീട്ടിൽ ഒരു സ്വർണ്ണ കവർച്ചയുടെ കേസിൽ 2 പ്രതി പുത്തൻക്രൂസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ നിസാർ പിന്നെ ബൈജു, കൊടുങ്ങല്ലൂർ സ്വദേശി ബൈജു ആൻഡ് നോർത്ത് പറവൂർ സ്വദേശി നിസാറാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ ഏകദേശം 68.5 സോവറിൻ ഗോൾഡ്സ് മോശമായി പോയിരുന്നു. അതിൽ ഇപ്പോൾ ഏകദേശം 48 സോവറിൻ ഗോൾഡ് റിക്കവർ ആയിരുന്നു. സോ നിരവധി CCTV ക്യാമറാസ് പരിശോധിച്ചിട്ട് പിന്നെ കുറേ CDRs അന്വേഷിച്ചിട്ട് പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സയന്റിഫിക് എക്സ്പേർട്സ് ഡോഗ് സ്ക്വാഡ് എല്ലാ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നെ DYSP പുത്തൻക്രൂസ് നിഷാദ് ആൻഡ് IP പുത്തൻക്രൂസ് അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ സംഘം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. സോ ഒരു നല്ല ഒരു ക്യാച്ചാണ്, നല്ല ഒരു ഡിറ്റക്ഷനാണ്. ഈ 2 പ്രതികളിനെതിരെ നിരവധി കേസുകളുണ്ട്. ഏകദേശം 10 മേലെ കേസസ് ഉണ്ട് ഓൾറെഡി. ഈ ബൈജു 5 മാസം മുമ്പ് ജസ്റ്റ് ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. നിസാർ ഏകദേശം 1 വർഷം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. സോ ഒരു ആഴ്ചയിലൊക്കെ തന്നെ ഇത് ഒരു വലിയ ഒരു ക്യാച്ചാണ്, വലിയ നല്ല ഒരു ഡിറ്റക്ഷനാണ്. എറണാകുളം റൂറൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം അവർക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ അവർക്ക് ആരെ കൊടുത്തു അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പക്ഷേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ സ്വർണ്ണ കവർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഗ്ലവ്സ് ഉപയോഗ ചെയ്തിട്ട് പിന്നെ ഹെൽമെറ്റ് ധരിച്ചിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഡോർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 2 അറ്റംപ്റ്റ് ഫെയിൽ ആയിരുന്നു. പിന്നെ 3ാമത്തെ അറ്റംപ്റ്റിൽ ഒരു വേറെ ഡോർ നോക്കിയിട്ട് അകത്ത് കയറിയിരുന്നു. സോ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ സയന്റിഫിക് എക്സ്പേർട്സ്ക്ക് കുറേ നല്ല ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിരവധി CCTV ക്യാമറാസ് മീൻസ് പുത്തൻക്രൂസ് മുതൽ ആലുവ വരെ ഒരു ടീം സ്ഥിരമായിട്ട് IP പുത്തൻക്രൂസിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മോഷണത്തിനായി എത്തിച്ചേർന്ന സ്കൂട്ടറും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെത്തി. ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 16 കേസുകളുമുണ്ട്. റൂറൽ ജില്ലയിൽ മാത്രം 10 കേസുകൾ നിലവിലുണ്ട്. പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ സംഘത്തിൽ DYSP VA നിഷാദ് മോൻ, ഇൻസ്പെക്ടർ അബ്ബാസ് അലി M, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീദേവി KS, രാജേഷ് KK, G ശശിധരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു ജോൺ, സുരേഷ് കുമാർ KK, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ B ചന്ദ്രബോസ്, അഖിൽ PR, KG ജോസഫ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ട് കൂടി 5 ദിവസത്തിനുള്ളിൽ 45 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ അന്വേഷണ മികവാണ്.